പാർട്ടി we have a situation, it's an emergency. ഉടനെ കണ്ണാ ഫസ്റ്റ് ആൻസി കേറിയൊന്നുണ്ട അനുരത്തെ അത് കണ്ണ് മെയിനായിട്ട്. പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വിജയണ്ണൻ ലോകേഷ് കനകരാജ് കോംബോയിൽ വന്ന ലിയോ മൂവിയിലെ ഫസ്റ്റ് സീനാണ്. ഞാൻ ഈ മൂവി കണ്ടിട്ടില്ല. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മൂവി റിയാക്ഷൻ ചെയ്യാൻ വേണ്ടിട്ട് തന്നെ ഇങ്ങനെ ഞാൻ വെച്ചേക്കായിരുന്നു. വീഡിയോ സോങ് ഇറക്കി ആ ഒരു സോങ് കണ്ടിട്ടുണ്ടായിരുന്നു, ഞാൻ റെഡി കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൂടാനുള്ള പാട്ടുകളൊക്കെ കേട്ടത് മാത്രമേ ഉള്ളൂ. പിന്നെ അത്രയും എക്സൈറ്റ്മെന്റ് ഉണ്ട് കാണണം എന്നുള്ളത്. പിന്നെ അത് മാത്രമല്ല, ഞാൻ തിയേറ്ററിൽ പോയിട്ട് ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു പ്രാവശ്യം മാത്രം കേട്ടോ. അതിനുശേഷം ഞാൻ കട്ട വെയിറ്റിംഗ് ആയിരുന്നു. ശരിക്കും എനിക്ക് റിപ്പീറ്റ് വാച്ച് കാണണമെന്നുണ്ടായിരുന്നു തിയേറ്ററിൽ പോയിട്ട് ഒന്നും കൂടി. കാരണം എന്താ പറയുക, ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ച് പറയുന്നത്, പ്രത്യേകിച്ച് കുറെ ഡിസ്കഷനൊക്കെ വന്ന സമയത്ത് ഒന്നും കൂടി കാണുന്നുണ്ടായിരുന്നു. പക്ഷെ പൈസയുടെ സംഭവങ്ങൾ കൊണ്ടും ദൂരം ഉള്ളത് കൊണ്ടും ഏറ്റവും വലിയ സംഭവം. ഒന്നാമത്തെ ഞാൻ കാണാത്തതിന്റെ ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ദൂരാണ്. കാരണം 25 കിലോമീറ്റർ 30 കിലോമീറ്റർ അകലെയാണ് പോണ്ടത് കാണാൻ വേണ്ടിട്ട്. പിന്നെ നമ്മളെ ഒട്ടിട്ട് വരുമ്പോൾ എന്തായാലും നമുക്ക് കാണാൻ വെച്ചാൽ. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ആ സീനിലോട്ട് പോകാം. ഫസ്റ്റ് ഇൻട്രോ സീനിലോട്ട് അല്ലേ? റെഡി അല്ലേ? ഇത് മറ്റേ കശ്മീർ ലങ്കടാണോ? ഇത് ഫസ്റ്റ് സീൻ. ഞാനിത് കാണുമ്പോഴേക്കും ഏകദേശം നമ്മളെ സനി മാസ്റ്റർ പണിയുന്നുണ്ടല്ലോ. ഇത് ആക്ച്വലി ഇല്ലേ, ഈ സീന് ഞാന് കേറിയപ്പോ തന്നെ തുടങ്ങിയായിരുന്നു. ഞാൻ ഇതാ കണ്ടത് പെട്ടെന്ന്. ഇത് മറ്റേ ടീം നമ്മുടെ ഇതല്ലേ എക്സ്പ്രഷൻ കണ്ടോ എല്ലാവരുടെയും? നേരെ കാണിക്കണല്ലോ, ദൂരത്തരം കാണിക്കണ്ടേ? ബീജമുണ്ടോ? ഓ, അവിടെ അത് മറ്റേത് സൈക്കോ. ബീജമുണ്ടോ? ഇതൊക്കെ ഇടുന്ന ബീജമാണ്. തുടക്കം ഇതായിരുന്നു. തോക്കൊക്കെ എടുത്ത് പോകണുണ്ടല്ലോ. മിസ്കിന് അറിയുന്നില്ല അല്ലേ പെട്ടെന്ന്. ഡാർക്ക് കോമഡി ചെറുതായിട്ട് കൊണ്ടുവന്നത്. അയ്യോ എന്നാ പിടിക്കൊണ്ടിരിക്കുന്ന പറഞ്ഞില്ലേ അവിടെ നിന്ന്. ഓ, എന്താ ചിരിയത്? ചിരിയണ്ടാ? സൈക്കോ, പക്കാ സൈക്കോ ले। अब जो खबर मैं आपको दिखाने जा रहा हूँ मैं एक ऐसी घटना के बारे में बताऊंगा जो इस इलाके में कभी नहीं और यहाँ चारों तरफ भगदड़ मची हुई। इस वक्त मैं जहाँ खड़ा हूँ वहाँ पर हाइना की हलचल है। हाइना इस पूरी घटना के बारे में हम लगातार सैफ्रॉन टीवी से बने हुए हैं। आसपास के गांव वाले भी यहाँ पर इकट्ठा हो रहे हैं।
പക്ഷെ നല്ലത് ഇതായിട്ടുള്ള തുടക്കല്ലേ. ആ சொல்லுங்க ஜோஷி. சத்யா நான் பார்த்திபன் ரீச் பண்ண ட்ரை பண்ணிருக்கேன். ஃபோன்ஸ் ஆஃப் ரீச்சபிள் எங்க இருக்காரு? எனக்கு தெரிஞ்ச சித்து ஸ்கூல்ல டிராப் பண்ண போயிருப்பான். நீ வேணா சித்துவோட போனுக்கு ட்ரை பண்ணி பாரு. அவ போன் வண்டியில தான் இருக்கும். If he gets in touch, please ask him to call me. ठीक से हैंडल करो. उधर एक बैरिकेड लगा. Footprints. जल्दी करो. कुमार, sir, what the fuck is happening? Sir, यार कुछ भी ठीक नहीं सारे. Sir, ये तुम्हें सही लगा. இப்படி கொஞ்சம் நிறைய பேர் காயப்படுவாங்க. யார் வைல்ட் லைஃப் எஸ்ஓஎஸ் டீம்ல இருந்து எக்ஸ்பர்ட்ஸ் ரெண்டு பேர் வந்திருக்காங்க. അതിന് അങ്ങനെയല്ലേ, എല്ലാരും കടിക്കുന്നു. പക്ഷെ നല്ല ഷോട്ടല്ലേ കാണിച്ചല്ലേ, யாருக்குமே இது எப்படி ஹேண்டில் பண்ணணும் தெரியல. എന്താ പറയൂ. റിയൽ അല്ലേ. பார்த்திபா, we have a situation, it's an emergency. உங்களால இங்க வர முடியுமா? ഓ കണ്ണാ ഫസ്റ്റ് ചാൻസ്. ஒருத்தருக்கு நீங்க இதை பாருங்களேன். മറ്റേ വില്ലൻ ആരുടെ വിജയപ്പെട്ടതാ. ஸ்பாட்டட் ஹைனாவா இருக்கலாம். அப்படி இருந்தா எக்ஸ்ட்ரீம்லி ஃபெரோஷியஸா இருக்கும். ஓகே, மேக்ஸிமம் உங்களால எவ்வளவு டைம் இங்க வர முடியும்? അതിനയുടെ അറ്റാക്ക് സംഭവമാണ്. ആ ഈ ഷോട്ടൊക്കെ ട്രെയിലറിലുണ്ടായിരുന്നു. അല്ല നോർമൽ ആണ്. வீட்டுக்கு போனது இன்னைக்கு ஸ்கூலுக்கு லேட்டா போனது அம்மா கிட்ட சொல்ல மாட்டேன்னு சத்தியம் பண்ணேன். இன்னைக்கு ஒரு நாள் ஸ்கூலுக்கு மொபைல் எடுத்துட்டு போனேன்னு அம்மா கிட்ட சொல்ல மாட்டேன், நீ சத்தியம் பண்ண. അപ്പന് പറ്റിയ മോൻ. ப்ளீஸ் பா. നല്ല കോമ്പോ ഉണ്ടാ. നല്ല കറക്റ്റ് ഇല്ല, സിമ്പിളായിട്ട് നല്ല അച്ഛൻ മകൻ. ഷിജു നല്ല ഹൈനയുടെ സീൻ ആ കിടു കിടു എടുക്കുന്നുണ്ട്. Situations out of control to பார்த்துக்கோ. ஹைனாஸ் சோஷியல் அனிமல்ஸ் ஜோஷி. கூட்டமா தான் வாழும். இங்க ஒரு ஹைனா தனியா வந்திருக்குன்னா ஒண்ணு வழி மாறி வந்திருக்கும், இல்லைன்னா பிளான் செத்துருக்கும். மக்கள் பயத்துல அதை அடிச்சு கொள்ளதான் பார்ப்பாங்க. நாம தான் அதை உயிரோட பிடிக்கணும். அதை விட்டுட்டு உங்களை மாதிரி யோசிச்சீங்கன்னா அப்புறம் நம்மளை வச்சு செஞ்சுட்டு போயிடும். என்ன பண்ணலாம்? what is suggesting? வாக்கி டாக்கி. Channel 3, we're on channel 3. கரெக்ட். റിയൽ ഭയങ്കര റിയലിസ്റ്റിക് അല്ലേ. நானும் கூட வரேன். I'll be helpful. நீ வண்டியை விட்டு கீழே இறங்காம இருப்பா, அதுவே நீ எனக்கு பண்ற பெரிய ஹெல்ப். உங்க அம்மா கிட்ட எல்லாம் என்னால திட்டு வாங்க முடியாது. ஓகே, വിജയണ്ണന്റെ നോർമൽ പടത്തിലെ എൻട്രി അല്ലല്ലോ. അല്ല ഒരിക്കലല്ല. किस क्यों लगाया आपसे? ये फोन है बॉयज. अरे क्या देख ഫസ്റ്റ് रहे ഈ ക്യാരക്ടറിലാണ്. हो? सर, ये बैरिकेड्स आपने यहाँ क्यों रखा सर? जानवर अंदर आएगा सर, स्कूल के अंदर. बहुत रिस्की है सर, आप हटाइए सर प्लीज. रेंजर सर, एक काम कीजिए, मैं आपको है ना मेरा ड्रेस देता हूँ. मेरा काम भी आप ही कर दीजिए. बाय. और कितना दे देगा? റേഞ്ചറാണ്. Come in, Papa. யா ஜோஷி, இவங்க ஏதோ காமெடி பண்றாங்க. என்ன பண்றது தெரியல. சிச்சுவேஷன் அவங்க கண்ட்ரோல் நீங்க சாஞ்சிரு போய் ட்ராங்குலைசர் ரெடி பண்ணுங்க. எங்க இருந்து எப்போ ஃபயர் பண்ணணும்னு நான் சொல்றேன். Yes. Okay. എല്ലാരും കല്ല് എറിയുന്നു. ആൾക്കാരെ പാനിക്കാണ്. உயிரை காப்பாத்திக்க தான் இடம் தெரியுது. அது புரிஞ்சுக்கணும். எல்லாரும் கொல்ல பார்க்கறாங்க. இப்படியே போச்சுன்னா ஹைனா ஸ்கூலுக்குள்ள ஏறி நீங்க ட்ராங்குலைசர் எடுத்து ஸ்கூலோட வெஸ்ட் எண்டுக்கு வந்துருங்க. ഓ കിടക്കി ഷോട്ട്. അത്രക്ക് ഡേഞ്ചറാണ് ആ സാധനം ആ കാണിച്ചത്. കാരണം വെച്ചാല് ഇതല്ലേ ഒറ്റപ്പെട്ട വന്നേക്കണം. सारे स्टूडेंट्स क्लासरूम के अंदर जाओ. इट्स एन इमरजेंसी. टीचर्स सारे बच्चे को संभाल कर अंदर लेकर चलिए. ഞാൻ നോക്കിക്കുന്നത് കാരണം देयर इज नो टाइम. हरी अप. കശ്മീരിന്റെ ഒരു സംഭവം കാണിച്ചില്ല, അല്ലാണ്ട് ഇടുന്ന ഷോട്ടും. अंदर जाओ. ट्रांक्विलाइजर करने के लिए परमिशन मिली है, मैं कल लेके जा रहा हूँ. ठीक है? ഫസ്റ്റ് തൊട്ടേ ഗൗതം വാസുദേവനെ കേറി സിനിമയിലൂടെ. അതാണ് ആ സൗണ്ട്, ചിരിക്കുന്നവർക്കൊരു സൗണ്ട് ഇല്ല. സ്കൂളിൽ കയറി. മറ്റേത് പടക്കം സംഭവല്ലേ, ആ പേടിപ്പിക്കാനല്ലോ, കൊല്ലില്ല. ജസ്റ്റ് ഒന്ന് ഓ മറ്റേ മയക്കോടിയാട്ടോ.
யூஸ்வலா பண்ற மாதிரி அதோட கழுத்துக்கு எய்ம் பண்ணாதீங்க. ஏன்னா அதோட லாஃப் எவ்வளவு ஹையா இருக்கோ அதோட ஸ்ட்ரைக்கிங் ஃபோர்ஸ் அந்த அளவுக்கு ஹெவியா இருக்கும். எய்ம் ஃபார் தி லங்ஸ். ഓ ലങ്സില്. പക്ഷെ മയക്കുവെടിയല്ല പറഞ്ഞത്, മറ്റേതല്ലല്ലോ. ഷൂട്ട്. இதான் பெர்ஃபெக்ட் டைம் ஷூட் பண்ணுங்க ஜோஷி. பிரச்சனை நான் மட்டும் இறங்கி வேலை செய்யறதுக்கு, அது ஒண்ணு நம்மள மாதிரி மனுஷன் இல்ல, மெஷின். மாசம் சர்வீஸ் பண்ணணும். சிது, உன்னோட ஸ்பியர் உன்னோட ஷூலேஸ் ஜோஷி கிட்ட கொடு. சரிப்பா. ഈ പിള്ളേരാണോ നിങ്ങൾ ഇറങ്ങി വരണേ? അവനവിടെ കേറിയിട്ടില്ല. ഓ ഫ്രെയിംസ് ആരെങ്കിലോ പോയി. ഓ മറ്റേത് വില്ലൻ, അഗൈൻ വില്ലനെയാണ് ആവേശിക്കും. അവിടെ വരുന്നുണ്ടല്ലോ മാത്യൂസ്. ഓ ഷൂലേസ് കൊടുക്കാൻ വേണ്ടി. പൊളിച്ച വിഷ്വൽസ്. മറ്റേ ഇതിനകത്ത് ചാനലില് ഞാൻ ചെയ്യാൻ പറഞ്ഞില്ലേ അവിടെ മാത്യൂസ്. ഓ ഇതാണ് അവിടെ കുറെ പക്ഷെ എല്ലാം നന്നായിട്ട് അച്ഛൻ മകൻ കോർഡിനേഷൻ ആണ്. അതിനകത്ത് മറ്റേതന്നെ ഉള്ളത് മൈക്ക്. അത് പൊട്ടിച്ചു. നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. കിഡുമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഈ കിടക്കുന്നതിൽ മാത്രമേ ചെറിയൊരു ഇത് മാത്രമേ ഒതുക്കുന്നുള്ളൂ. ഇതൊക്കെ കണ്ട കറക്റ്റ് ഷോട്ട് കറക്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അതാണ് നമുക്കൊട്ടും എല്ലാവരും പേര് വന്നേക്കണോ? ഇപ്പോഴാണ് ഇൻട്രൊഡക്ഷൻ. ஆனிமல் ரெஸ்கியூவர் இங்க பக்கத்துல காஃபி ஷாப் வச்சிருக்கான். अंदर जा एनिमल रेस्क्यूअर. आलटे फॉरेस्टന്റെ ऑफिसर सवाल पूछिए, डीएफओ साहब आपको जवाब देंगे. देखिए ये जो घटना हुई है ना, ये इतनी महत्वपूर्ण घटना नहीं है. ये हमारे लिए रोज का काम है. इनको उधर खाने पीने को कुछ नहीं मिलता. எக்ஸ்க்ளூசிவா நியூஸ் மாட்டிருக்கு, கவர் பண்ணாம இங்க பண்ணிட்டு இருக்க. இங்க கவர் பண்ண என்ன இருக்கு? இந்த ஃபாரஸ்ட் ஆபீசர்ஸ் யாரும் எதுவும் பண்ணல. ஒயிட் ஷர்ட், டக்ட் இன், மிடில் ஏஜ் மேன். அவனை கண்டுபிடிச்சு இன்ஃபர்மேஷனை அவங்க கிட்ட இருந்து வரவே. That is exclusive. ஒயிட் ஷர்ட் மிடில் ஏஜ் மேனா? இந்த கூட்டத்துல அவனை எங்க போய் தேடுறது? ആൾക്കൂട്ടത്തിൽ നമ്മൾ പോവാണ്. അത്തേത് ബിജു കേറി വന്നിട്ടാ അനുരത്തെ. അതും കണ്ണ് മെയിനായിട്ട് ഡിഫറെന്റ് ആയി കാണിച്ചു. അല്ലേ നമുക്കെന്തായാലും
അടുത്ത സീൻ എന്തായാലും ചെയ്യാം. സീനായിരുന്നു ഫസ്റ്റ് തുടങ്ങിയിട്ട്. യൂഷ്വലി ഇപ്പൊ നമ്മള് തളപതിയുടെ മൂവി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും തളപതിയുടെ ഒരു എൻട്രി മാസ് ആയിട്ടുള്ള അങ്ങനെയൊക്കെയായിരിക്കും കാണിക്കുന്നത്. പക്ഷെ ഇത് കറക്റ്റ് എന്താ പറയാ, നമ്മൾ ആദ്യം ഫസ്റ്റ് മീൻ വില്ലന്മാരെ കാണിച്ചു നമ്മുടെ സാൻഡി മാസ്റ്ററിനെ കേട്ട പോലെ എന്തായിരുന്നു കാണാൻ വേണ്ടി. അതായത് ഒരു കഥ അവിടെ ഇങ്ങനെ നമുക്ക് കാണിച്ചു തന്നെ ഇങ്ങനെ ഒരു സംഭവം നടന്നുകൊണ്ട് അതായത് അവര് കുറച്ച് പെശകാണ്, കുറച്ച് സൈക്കോ ടീംസ് ആണ് എന്നാണ് മെയിൻ ആയിട്ട് കാണിച്ചു തന്നെ. കാരണം മിസ്കിനടക്കം കുറച്ച് സൈക്കോട്ട് കാണിച്ചിട്ടുണ്ട് അവിടെ ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ആ വീട്ടിൽ നിന്ന്. അതായത് ഒരേ സമയം ചെറിയൊരു ഡാർക്ക് കോമഡിയും കൂടി അടിക്കുന്നില്ല അവിടെ, അതായത് ആ ഒരു സ്റ്റൈലിലാണ് പോകുന്നത്. അതുപോലെ തന്നെ തളപതിനെ കാണിച്ചതും നല്ല രസം തന്നെയായിരുന്നു. ആ ഒരു കൊണ്ടുവന്നതും ഭയങ്കര നോർമൽ ആയിട്ട്, പ്രത്യേകിച്ച് കണ്ണാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് എല്ലാ സ്ഥലത്തും. പിന്നെ മാത്യു മകൻ ആ ഒരു കോർഡിനേഷൻ ഒക്കെ ഫസ്റ്റ് തന്നെ അവരതാ നന്നായിട്ട് തന്നെ ബിൽഡ് ചെയ്ത്. അതായത് പ്രത്യേകിച്ച് നമുക്ക് ഫസ്റ്റ് തന്നെ വിജയണ്ണനും അതുപോലെ ജീവിയും തമ്മിലുള്ള ഒരു കണക്ഷനും കാണിച്ചു തന്നു അല്ലെ. അവര് തമ്മിൽ ആ ഒരു ഭയങ്കര കോർഡിനേഷൻ ഉണ്ടെന്നുള്ളതും അതുപോലെ തന്നെ അച്ഛൻ മകൻ കോർഡിനേഷനും വൃത്തിക്ക് തന്നെ കാണിച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല അമ്മേന്റെ അടുത്ത് എല്ലാം പറയാറില്ല എന്നുള്ള സംഭവം ചെറുതായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ഇവർ രണ്ടുപേരും കുറെ സീക്രട്ടുകൾ വെക്കുന്നുണ്ട് എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, അതായത് ആ ലൊക്കേഷൻ, ഈ ഒരു ലൊക്കേഷൻ എനിക്ക് തോന്നുന്നു ഇതുകൊണ്ട് തന്നെയാണ് ലോകേഷ് കനകരാജ് തെരഞ്ഞെടുത്തത്. ഒരു വെറൈറ്റി ഉണ്ട് കേട്ടോ കാണാൻ. അതായത് ഭയങ്കര വിഷ്വൽ എക്സ്പീരിയൻസ് നല്ലോണം കിട്ടുന്നുണ്ട്. കിടിലൻ ഷോട്ടുകൾ, ഫ്രെയിംസ് ഒക്കെ ഒരു രക്ഷയില്ല. പിന്നെ ഹൈനയുടെ സീന് പൊളിച്ച് കിട്ടിയിട്ടുണ്ട്. അവസാനത്തെ ആ ഒരൊറ്റ ഇതിനകത്ത് മാത്രമാണ് നമുക്ക് ചെറുതായിട്ട് അത് പൊടിക്കുള്ളൂ അത്രേ ഉള്ളൂ. പക്ഷെ അത്രയും സീൻ എന്ന് ഓരോ ഷോട്ടും അമ്മാതിരി എടുത്തിട്ടുണ്ട്. അതായത് പോവാനായിട്ടുള്ള കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതാണ് സംഭവം. ഞാൻ പറഞ്ഞത് സിനിമാറ്റോഗ്രാഫി ഗംഭീരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം അങ്ങനെ വന്നോണ്ടാണ് പോണ്ട സാധനം വരെ മാറ്റിയിട്ട് കറക്റ്റ് ആയിട്ട് ആ സ്ഥലത്ത്, അതായത് എവിടെ കട്ട് ചെയ്യണം എന്ന് വെച്ചാൽ അവർക്ക് അറിയാം, അവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ആ സംഭവം നല്ല ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ശരിക്കും എന്താ പറയാ, ആ ഒരു തുടക്കം തന്നെ ഗംഭീരം. ഇവൻ എന്തോ എന്താ പറയാ ഹൈനയുടെ കുറച്ച് സീൻസ് എനിക്ക് അറിയില്ലായിരുന്നു ഇത് കട്ട് വേർഷൻ ആണോ വേർഷൻ തന്നെയാണ്. പക്ഷെ എന്തായാലും അതിനകത്ത് ആ ഒരു ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് തന്നെ ഓരോ സീനും കാണിച്ചിട്ടുണ്ടോ. സാൻഡി മാസ്റ്ററിനെ വൃത്തിയിട്ട ഒരാളായിട്ട് തന്നെയാണ് ഫസ്റ്റ് തന്നെ കാണിച്ചേക്കുന്നത്. അതിനുശേഷം നമ്മളെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും ആൻഡ് ഇത് നന്നായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട്. കാരണം അതിനുശേഷം വരുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇങ്ങനെ പോവാണ്. വീട്ടിലോട്ടാണ് തോന്നുന്നത്. അത് മാത്രമല്ല ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് അറിയാം, ഇടക്കിടക്ക് ആ ബീറ്റ് വില്ലനാരുടെ ബീറ്റ് പോലെ ഉണ്ടായിരുന്നു. ആ ഒരു സാധനം ഇല്ലേ, അതുപോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. ഫസ്റ്റ് തൊട്ടിട്ട് നമുക്കൊരു ഹിന്റ് ഇരുന്ന പോലെ ഒരു സംഭവം ഉണ്ടല്ലേ, എന്തൊക്കെയോ ഹിന്റ് വരുന്നുണ്ട്. കാരണം അത്രയും പവർഫുൾ ഒരു ആനിമൽ, അതായത് അത്രയും വൈൽഡ് ആയിട്ടുള്ള ഒരു ആനിമലിന്റെ കൂടെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാൾ, അത്രയും ധൈര്യം കാണിക്കുന്ന, ബട്ട് സ്റ്റിൽ ഹീസ് കൂൾ. ഭയങ്കര കൂളാണ്. എന്താ ഓക്കെ ഹൈന നോർമൽ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് സീനിൽ കാണാം. കാരണം ഇനി കുറേയധികം ക്യാരക്ടേഴ്സിനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാനുണ്ട്. അത്രേ ഉള്ളൂ. കിട്ടിക്ക് ഇൻട്രോ സീൻ അത്രേ പറയാനുള്ളൂ. അപ്പൊ ഇതുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും.